ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടുണ്ട്. വളരെ വളരെ ഫ്രഷ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഒന്നുമില്ല, നമ്മൾ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ആണ് ചെയ്യാൻ പോണേ. അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഹെയർ ട്രാൻസ്ഫോർമേഷൻ സ്ട്രെയിറ്റ് ഹെയർ ടു കേളി ഹെയർ. അപ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്ന സമയത്ത് ഭയങ്കര സിമ്പിളായിരുന്നു നമുക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് വെറുതെ ഞാൻ മിക്ക സമയത്തും വെറുതെ മുടി ഊരിയിട്ടിട്ടായിരുന്നു പോകാറുള്ളത്. കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അവിടെ കടന്നോളും, ഫ്രിസി ആവത്തില്ല, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ. കാണാൻ ഇപ്പം കേളി ഹെയർ കാണാൻ നല്ല രസമൊക്കെയാണ്, അങ്ങനെയൊക്കെ കറക്കിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അങ്ങനെ കടത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച് കഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും ഒന്ന് എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യണം, ബിക്കോസ് അത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്ന സമയത്ത് എനിക്ക് മുടി ഭയങ്കര എളുപ്പമായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അത് പെട്ടെന്ന് മാറി കേളിയിലേക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് മുടി ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക് എന്താ ചെയ്യേണ്ട, മുടി എങ്ങനെ കെട്ടുക, മുടി വെറുതെ ഊരിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ബുഫ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ എന്ത് ഹെയർ സ്റ്റൈൽ കിട്ടും, ബണ്ണ് കെട്ടാനാണെങ്കിലും ബുദ്ധിമുട്ട്. ഇനീഷ്യലി ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സി ബൺ ഫോർ കേളി ഹെയർ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നതാണ്, നിങ്ങളത് എന്തായാലും പോയി കാണാൻ കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ പതുക്കെ, ഇപ്പോൾ കുറച്ച് കാലമായല്ലോ ഇത് വെച്ചിങ്ങനെ നമ്മൾ ഓരോ മുടി വെച്ചിങ്ങനെ കളിക്കുന്നു. അപ്പോഴത്തേക്കും പതുക്കെ ഞാനിങ്ങനെ ഹെയർ സ്റ്റൈൽസ്, എനിക്കും എൻ്റെ മുഖത്തിന് ചേരുന്ന കേളി ഹെയറിൽ നല്ല രസത്തിൽ കിടക്കുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽസ് ഞാനിങ്ങനെ എന്താ പറയുക, കണ്ടുപിടിച്ചൊന്നുമില്ല, നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ, അത് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ്. പക്ഷേ ഭയങ്കര സിമ്പിൾ ആൻഡ് കോമൺ ആണ്. പക്ഷെ നല്ല രസമാണ് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു എലഗൻസ് ആണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം നമ്മളിന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേളി ഹെയർ സ്റ്റൈൽസ്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യൂഷ്വലി പാർട്ടിഷൻ എടുക്കുന്നത്, മിഡിൽ പാർട്ടിഷൻ എടുക്കാറുണ്ട്, എല്ലാ സൈഡിലും, ഈ സൈഡിൽ നിന്നും പാർട്ടിഷൻ എടുക്കാറുണ്ട്, റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കാറുണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കാറുണ്ട്. അപ്പം ഞാൻ എല്ലാ രീതിയിലും പാർട്ടിഷൻ എടുക്കുന്ന ഒരാളാണ്. ഹെയർ ബാക്കിലേക്കും എടുക്കാറുണ്ട്, പക്ഷേ ബാക്കിലേക്ക് എടുക്കുന്നത് ഇപ്പോൾ വളരെ കുറവാണ്, ബിക്കോസ് കേളി ആയപ്പോൾ പിന്നെ മുന്നിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കട്ടെ എന്ന് ഓർത്തിട്ട് മുന്നിൽ എപ്പോഴും ഇങ്ങനെ ഇടും. അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യണത്. ഭയങ്കര സിമ്പിളാട്ടോ. അപ്പം മുന്നത്തെ നിങ്ങൾ പോയിട്ട് ഇവിടെ ഇങ്ങനെ 2 മുടി മുറിക്കുക. ഞാനിങ്ങനെ റാൻഡമായിട്ടൊരു സലോണിൽ പോയി ഈ മുന്നത്തെ 2 മുടി ഇങ്ങനെ മുറിച്ചതാണ്. ആദ്യം ഇച്ചിരി കയറിപ്പോയായിരുന്നു, പക്ഷെ പിന്നെ നീണ്ടിപ്പം കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പം മുന്നത്തെ ഈ ഹെയർ സ്ട്രാൻഡ്സ് ഉണ്ട്, അപ്പോൾ ഇതൊന്ന് ഇവിടെ വിട്ടോ. രണ്ടാമത്തത് ഇവിടെ വിട്ടോ. ഇത് കഴിഞ്ഞ് ബാക്കിലേക്ക് എടുക്കാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ കേളി ഹെയർ ഒരിക്കലും ടൈറ്റായിട്ട് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല. കേളി ഹെയർ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമല്ലോ, എന്താണെന്ന് അതിന് പറയുക, കൂന്തലിങ്ങനെ വിടർന്ന് കിടക്കുന്ന സുന്ദരി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ തന്നെ ഇത് കുറച്ച് ലൂസാക്കി വിട്ടാൽ മതി നമ്മുടെ മുടി. നമുക്ക് എപ്പോഴും കെട്ടണ സമയത്ത് കുറച്ച് ലൂസാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ മുന്നിൽ 2 സ്റ്റാൻഡ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ലൂസാക്കുക, ചെവി കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. എന്നിട്ട് ഇത് തൽക്കാലം ബാക്കിൽ കെട്ടുക. ഫ്രഷേ ബാക്കിൽ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഈ കെട്ടിയ മുടീൻ്റെ ഇവിടുന്ന് നടുവെന്ന് ഗ്യാപ്പ് ആക്കുക. ഓക്കെ, കുറച്ചിങ്ങനെ ലൂസാക്കുക. കണ്ടോ, ഇപ്പം ഇവിടെ ഒരു ഗ്യാപ്പായി, ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുക. ഇതെൻ്റെ കൈ ഉള്ളിലുണ്ട്, ഗ്യാപ്പ് ഫോം ചെയ്യുക, എന്നിട്ട് ഇച്ചിരി ലൂസാക്കുക. എന്നിട്ട് ഈ മുടി മൊത്തം എടുത്ത് ഉള്ളിലേക്ക് ഇടുക. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഭയങ്കര സിമ്പിളാണ്, ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ മുട്ടൊക്കെ പുറത്ത് വന്നാണ്, അതൊക്കെ അകത്തേക്ക് ഇടുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇങ്ങനെ ലൂസായിട്ട് ഇരിക്കും 2 സൈഡിലും. ഒരു കണ്ടോ, കേളി ഹെയറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് കാരണം കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പം ഈ സാധനം ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, കുറച്ച് നനച്ചിട്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പം ഇനി സെക്കൻഡ് ഹെയർ.
അപ്പോൾ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാർട്ടീഷൻ മാറ്റാം. അപ്പം നമ്മൾ ഇന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പാർട്ടീഷൻ എടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഭാഗത്തുനിന്ന് പാർട്ടീഷൻ ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, ബാക്കിലേക്ക് പാർട്ടീഷൻ എടുക്കുക. ഇത്രയും സൈഡ് മുടി ഇപ്പം നമ്മുടെ മുന്നിൽ മുറിച്ചത്ര മുടി ഉണ്ടല്ലോ, ആ മുടി അവിടെ ഇടുക. ഓക്കെ, ആ മുടി അവിടെ കിടക്കട്ടെ. ആ മുടി അവിടെ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ഞാലി, 1-2 ഞാലി ഇവിടെ ഇട്ടോ. എന്നിട്ട് ഫുൾ ബാക്കിലേക്ക് എടുക്കുക. ബാക്കിലേക്ക് എടുത്തിട്ട് ഓക്കെ, നമ്മൾ നോർമലായിട്ട് കെട്ടുന്ന പോലെ തന്നെ, പക്ഷെ ഇവിടെ ഒരു പഫ് ഉണ്ടാക്കാൻ നോക്കുക. ഇതാണ് നമ്മുടെ സ്വന്തം രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഓക്കെ, ഉണ്ടോ ഒരു റെട്രോ വൈബൊക്കെ ഉണ്ടോ? ഇതിപ്പം ഞാനിങ്ങനെ മുടി ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും കുറച്ച് സ്ട്രെയിറ്റ് ആയി. അപ്പോൾ വെള്ളം നനച്ച് സ്ക്രഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വന്തം എന്താവും, കളിയാവും. അപ്പം ഇത് ലൂസാക്കി കേട്ടോ, ഇവിടെയൊക്കെ ഇച്ചിരി ലൂസാക്കി. ഇതാണ് സംഭവം. ഇതാണ് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഇത് ഞാൻ സ്ഥിരം കോളേജിലൊക്കെ പോകുന്ന സമയത്തും അല്ലാണ്ട് ഇപ്പം ഞാൻ ജീൻസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇടാറുണ്ട്. ബിക്കോസ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല രസമാണ് ഇങ്ങനെ ഫോം. ഇങ്ങനെ ബാക്കോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ നല്ല രസത്തിൽ കേളി ഹെയർ ഇങ്ങനെ പോയിക്കൊണ്ട് പോകും. ഉണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ. മൂന്നാമത്തിന് വേണ്ടി ഞാൻ എഗെയിൻ പാർട്ടീഷൻ മിഡിലിനെടുത്തു കേട്ടോ ഗൈസ്. പാർട്ടീഷൻ മിഡിലിനെടുത്തു. ഇനി ഇത് ഭയങ്കര സിമ്പിളാണ്. ലൈക്ക് ഈ മൂന്നും ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എടുത്ത് വലിച്ച് കെട്ടാൻ മാത്രം അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഭയങ്കര സിമ്പിൾ ആൻഡ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മുടി കെട്ടാറുള്ളത്. സോ ദാറ്റ് ഇപ്പോൾ എപ്പോഴെങ്കിലും പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാനുണ്ടെങ്കിൽ വേഗം നമ്മുടെ കാര്യം നടക്കുന്ന പോലെ വേഗം കെട്ടുന്നു, കഴിയുന്നു. എന്നാൽ അതിന് കാണാൻ ഒരു ഭംഗിയുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് ഞാൻ മിക്ക സമയത്ത് മുടി കെട്ടാറുള്ളത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിക്ക സമയത്ത് ഞാൻ കുർത്തിയുടെ കൂടെയൊക്കെയാണ് ചെയ്യാറുള്ളത്. വെരി സിമ്പിൾ. മുന്നിൽ നമ്മളൊരു ഞാലിയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഏത് പാർട്ടീഷനാണോ ആൾക്കാർക്ക് വേണ്ടത് അതവരെടുക്കുക. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കിക്കും. ജസ്റ്റ് പക്ഷേ ലൂസാക്കി മടക്കാൻ വേണ്ടി കേട്ടോ, ടൈറ്റാക്കി മടക്കണ്ട, ഇച്ചിരി ലൂസാക്കി മടക്കുക. എന്നിട്ട് അതും ഇവിടെ ഇങ്ങനെ മുടി ഇച്ചിരി വിടണം കേട്ടോ മുന്നിലേക്ക്. ഇവിടെ ഇങ്ങനെ മുടി ഇച്ചിരി വിടണം. ഇവിടുന്നേ എടുക്കരുത്, ഇച്ചിരി പൊക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, ഇങ്ങനെ. പിന്നെ ഈ സൈഡിൽ നിന്നും അങ്ങനെ തന്നെ എടുക്കുക, തിരിക്കുക. ഇവിടെ എത്തി ലൂസാക്കുക രണ്ട് സൈഡും. എന്നിട്ട് നമ്മൾ ക്ലിപ്പ് അല്ലെങ്കിൽ ബണ്ണ് കെട്ടുക. മുടിയൊക്കെ കൂടി എല്ലാം കൂടി ഓക്കെ തിരിച്ച് ലൂസാക്കുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്നും മുടിയെടുത്ത് മുന്നോട്ടിടുക. ഓക്കെ, രണ്ട് സൈഡിൽ ഇവിടെ ഇങ്ങനെ നമ്മൾ ചെവി കവർ ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ കിട്ടും. ഇതാണ് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. ഇത് ഞാൻ മിക്ക സമയത്തും ചെയ്യുന്നത് കുർത്തിയുടെ കൂടെയാണ്. ഭയങ്കര സിമ്പിൾ. ജസ്റ്റ് ഇങ്ങനെ പിരിക്കുക, ബാക്കോട്ട് കെട്ടുക, ആൻഡ് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് വിടുക. സോ ദാറ്റ് ഇവിടെ കണ്ടോ ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ കേളിയായിട്ട് മുന്നിൽ ഇങ്ങനെ കിടക്കും. കൊള്ളാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഹെയർ സ്റ്റൈൽ. ഈ മൂന്നും ഭയങ്കര സിമ്പിളാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 ഹെയർ സ്റ്റൈൽസാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് വന്ന് പറയണം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഈ ഹെയർ സ്റ്റൈൽ നമ്മുടെ എന്താ പറയുക, കുർത്തി, സാരി, അങ്ങനെ എത്രയ്ക്കായിട്ടുള്ള രീതികൾക്കായിരിക്കും ഈ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ടാവും. ബാക്കി രണ്ടും എല്ലാത്തിൻ്റെയും കൂടെ പോകും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് എന്നോടൊന്ന് പറയണം. ഓക്കെ, അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോയിൽ പിന്നെ ഞാൻ വരുന്നതായിരിക്കും. ബൈ.